പതിവ് പോലെ വിഷു ദിവസത്തിൽ ആദ്യം തന്നെ നമ്മൾ പോയി കണിയെല്ലാം കണ്ടിട്ടോ. പിന്നെ പടക്കം പൊട്ടിക്കലായിരുന്നു. കുഞ്ഞുങ്ങളെ പോലെ തന്നെ പടക്കമൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കും കുഞ്ഞുങ്ങൾക്കും കൂടുതൽ ഇഷ്ടം പൂത്തിരിയാണ്. അപ്പോൾ തലേന്ന് നമ്മൾ കുറേ പൂത്തിരിയൊക്കെ കത്തിച്ചിരുന്നേ. അങ്ങനെ രാവിലെ കുളിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ പുതിയത് ഇടിയിപ്പിച്ചിട്ടുണ്ട്. ഏട്ടനും ദേ സുന്ദരക്കുട്ടപ്പനായി നിൽക്കുന്നുണ്ട്. വിഷുവിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല. മനസ്സിന് പിടിക്കാത്തത് കൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പം ഞാൻ പുതിയത് ഇട്ടിട്ടില്ലെന്ന് സാരം. ഇപ്രാവശ്യത്തെ വിഷു നമ്മൾ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടൊന്നും എല്ലാവരും ആരോഗ്യപരമായിട്ട് കുറച്ച് പുറകോട്ടായിരുന്നേ. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വിഷു പനി കൊണ്ടുപോയിന്ന് തന്നെ അങ്ങോട്ട് പറയാട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം പോയി തൊഴുതു, പ്രസാദെല്ലാം വാങ്ങി നേരെ അമ്മമ്മേന്റെ അങ്ങോട്ടേക്കാണ് വന്നത്, അതായത് തറവാട്ടിലേക്ക്. ഇവിടെ എത്തിയത് അമ്മമ്മ കൈനീട്ടെല്ലാം തന്നു. പിന്നെ അതേ കുഞ്ഞുങ്ങളെല്ലാം സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. തറവാട്ടിൽ നിന്ന് സദ്യയും പായസമെല്ലാം കുടിച്ചതിന് ശേഷം വൈകുന്നേരം തക്കുന്റെ അങ്ങോട്ടേക്ക് പോയിട്ടോ, അതായത് എന്റെ ഇളയമ്മേന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നും നന്നായിട്ട് സദ്യ എല്ലാം കഴിച്ചു. കുറെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തോ ഇപ്രാവശ്യം ഒന്നിനും ഒരു മൂഡില്ലായിരുന്നു. വീട്ടിലുണ്ടാക്കിയ സദ്യ രാത്രി കഴിച്ചിട്ട് നമ്മുടെ വിഷു അവസാനം.